ഗെയ്സ് എല്ലാവരും റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവിടെ കോഴിപ്പൊക്കവട ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് മൈദപ്പൊടി, കടലമാവ്, അരിമാവ്, വലിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചതച്ചതിൽ കൊടുത്തിട്ടുണ്ട്. അരിമാവൊക്കെ കൊടുത്തിട്ടുണ്ട്. കോഴി ഇട്ടിട്ടാണ് അത് മിക്സാക്കി കൊടുക്കുകയാണ്. കോഴിപ്പൊക്കവട ഇന്നത്തെ 4 മണിക്കലത്തെ സ്പെഷ്യൽ കോഴിപ്പൊക്കവടയാണ്. അതായത് ചിക്കൻ പൊക്കവട. മാവെല്ലാത്തിനും ചേരാണ്ട് അതിനകത്തും ജോയിൻ്റായി വരാണ്ട്. വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ, ചെറിയ ചട്ടിയിൽ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചിക്കൻ പൊക്കവട ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലേക്ക് ചിക്കൻ നല്ല എണ്ണ കാഞ്ഞ് വരട്ടെ. അതിലേക്ക് നല്ല എണ്ണ കാഞ്ഞാലാണ് ഇതൊന്ന് വേവുള്ളൂ. നല്ല ചൂടായി വരുന്നുണ്ട് എണ്ണ. ചൂടായി വന്നിട്ടുണ്ട്. അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ചൂടാകണുള്ളൂ. ചൂടായിട്ടില്ല. ചൂടായിക്കോളൂ നോക്കിയതാണ്. ചൂടായിട്ടില്ല. നന്നാവട്ടെ. ചൂടായിട്ടില്ല. ആകണുള്ളൂ. ആയിട്ടില്ല. ചൂടായി വരുന്നുണ്ട്. ചൂടായി വരുന്നുണ്ട്. ചിക്കൻ പൊക്കവട ഉണ്ടാക്കി ലാസ്റ്റ് നോക്കണം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായം പറയണം ഉണ്ടാക്കിയിട്ട്. ഈ വീഡിയോ കാണുന്നവർ ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഈ ചിക്കൻ പൊക്കവട ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിപ്പിക്കണം. ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ചിക്കൻ പൊക്കവട സെറ്റായി വരുന്നുണ്ട്. പൊക്കവട ഉണ്ടാക്കുമ്പോൾ കൂട്ടേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അത് ഞാൻ ആദ്യം എൻ്റെ പൊടിയൊക്കെ ഉണ്ടാകുന്ന വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഞാൻ മറന്നു പോയി. പൊടി ഇട്ടതിൻ്റെ ശേഷം എനിക്ക് ഓർമ്മ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉണ്ടാക്കുന്ന കൂട്ടുകളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാം. മൈദപ്പൊടി അര ഗ്ലാസ് കടലമാവിൻ്റെ പൊടി, 1/4 ഗ്ലാസ് അരിപ്പൊടി, 1 സ്പൂണ് ഗരം മസാലപ്പൊടി, 1/4 സ്പൂണ് ഏലക്കായ പൊടി മിക്സാക്കിയത് ഗരം മസാലപ്പൊടി, 1/4 സ്പൂണ് പെരുംജീരകം പൊടിച്ചത്, ചിക്കൻ മസാല 1 സ്പൂണ്, 1/2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂണ് മുളക് പൊടി, സാദാ മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയും ഇതിക്ക് വേണ്ടുള്ളൂ. കളറിന് നമുക്ക് പിന്നെ മറ്റേ ഫുഡ് കളറൊക്കെ കൂട്ടാം. പക്ഷേ അതൊന്നും വയറിന് കേടാണ്. അപ്പോൾ ഞാൻ കൂട്ടിട്ടില്ല. ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമേ കൂട്ടിട്ടുള്ളൂ. പിന്നെ സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ കൂട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ കൂട്ടാം. എന്ത് കൂട്ടി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ആ പേസ്റ്റ്, പിന്നെ കരിവേപ്പിൻ്റെ അരി കൂട്ടിയിട്ടുണ്ട്. വേറെ ഒന്നും കൂട്ടിയിട്ടില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൂട്ടാം. ഇതാ കോഴിപ്പൊക്കവട ലെവലായിട്ടുണ്ട്. ഞാൻ ഉപ്പിൻ്റെ കൂട്ടം പറയാൻ പറഞ്ഞിട്ടില്ല. 1/2 സ്പൂൺ ഉപ്പ് ഇടണം. എത്ര കോഴി ഞങ്ങൾ എടുക്കണമെങ്കിൽ എത്ര അതിനനുസരിച്ചുള്ള പൊടികളൊക്കെ കൂട്ടുക. അരക്കിലോ കോഴി എടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പൊടികൾ കൂട്ടുക. ഉപ്പും കൂട്ടുക, പാകത്തിന് ഉപ്പ്. കട്ടൻ ചായയാണ് എനിക്ക്. ഇന്ന് 4 മണിക്കലത്തെ സ്പെഷ്യലാണ്. അപ്പോൾ ഒക്കെ കഴിക്കാൻ പോവുകയാണ്. കട്ടൻ ചായ കുടിക്കുകയാണ്. നല്ല കോഴി മുരിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഓക്കെ.